എന്നാൽ അതിനുള്ള മറുപടി അവളെ ഞെട്ടിച്ചു. എന്റെ മറ്റുള്ള ശിഷ്യന്മാരെ പോലെ അല്ല ഭീഷ്മ. ശക്തിയും ബുദ്ധിയും ഒരുമിച്ച് ചേർന്ന ഒരു പ്രത്യേകതരം യോദ്ധാവാണവൻ. അവനെ തോൽപ്പിക്കാൻ എന്റെ ശിഷ്യന്മാർക്ക് ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി കഴിയുകയുമില്ല. ഒരു തവണ ഞാനും ഭീഷ്മയും കൂടി ഒരു ഏറ്റുമുട്ടലുണ്ടായി. എന്റെ ശിഷ്യന്മാരെല്ലാം കാണാനുണ്ടായിരുന്നു. അവസാനം വരെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിനൊന്നായി നിന്നു. എന്നാൽ അവസാന നിമിഷത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത്രയധികം സമയം കഴിഞ്ഞിട്ടും അവൻ തളർന്നിരുന്നില്ല. ഗുരുവായിട്ട് പോലും എനിക്ക് അവൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരുന്നു. പക്ഷെ അവസാനം അവൻ തോറ്റു തരുമെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം അവന് ഗുരുഭക്തി നല്ലതുപോലെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വിശ്വാസം അവൻ തെറ്റിച്ചു. എൻ്റെ ശിഷ്യന്മാരുടെ മുൻപിൽ വെച്ച് അവൻ എന്നെ തോൽപ്പിച്ചു. അന്ന് എനിക്കുണ്ടായ വേദന ഇപ്പോഴും എന്നെ അലട്ടുന്നുണ്ട്. എനിക്ക് അമ്പയെ സഹായിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ഭീഷ്മയെ തോൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്കെന്നല്ല, ആർക്കും. ഇത് കേട്ട അമ്പ ചെറുതായി ഒന്ന് പേടിച്ചു. ശേഷം അമ്പ ഹസ്തിനപുരത്തെത്തി. ഭീഷ്മ, ഞാൻ താങ്കളുടെ ഗുരുവിന്റെ അടുത്ത് നിന്നാണ് വരുന്നത്. അദ്ദേഹത്തിന് പോലും താങ്കളോട് ഏറ്റുമുട്ടാൻ ഭയമാണ്. അപ്പോ പിന്നെ എന്റെ പ്രതികാരം എങ്ങനെ വീട്ടുമെന്ന് അറിയില്ല. പക്ഷേ ഒന്നു മാത്രം അറിയാം, അങ്ങയുടെ മരണം അത് എൻ്റെ ഈ കൈകൾ കൊണ്ട് മാത്രമായിരിക്കും. എൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യം അത് മാത്രമായിരിക്കും. എൻ്റെ ഓരോ ശ്വാസവും ഓരോ നെഞ്ചിടിപ്പും ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കും. അവളെ ജോലിക്കാർ പിടികൂടാൻ ഓടി വന്നെങ്കിലും ഭീഷ്മ സമ്മതിച്ചില്ല. അവളെ ഭീഷ്മ വെറുതെ വിട്ടു. എന്നാൽ ആ സമയത്ത് ഭീഷ്മ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല താൻ അവിടെ സൃഷ്ടിച്ചത് തൻ്റെ ഏറ്റവും വലിയ ശത്രുവിനെയാണെന്ന്.